ബാംഗ്ലൂരുവിലെ പ്രമുഖ ഗവേഷണ വികസന ലാബുമായി സഹകരിച്ചാണ് റോബോട്ടുകളുടെ ഉത്പാദന വികസനം ആരംഭിക്കുന്നത്. പഞ്ചാബ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് വിദ്യാർത്ഥിയും വയനാട് സ്വദേശിയുമായ ഷാരോൺ, രാജസ്ഥാൻ സ്വദേശിനിയായ കാജൽ മീണയുമായി ചേർന്നാണ് കഴിഞ്ഞ വർഷം സ്റ്റാർട്ടപ്പ് രൂപീകരിച്ചത്. എയർപോർട്ടുകളിൽ ലഗേജ് നീക്കുന്നതിനും വ്യവസായ കേന്ദ്രങ്ങളിൽ ഭാരം വഹിക്കുന്നതിനും ഉപയുക്തമായ റോബോട്ടുകളാണ് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടും സ്മാർട്ട് വേസ്റ്റ് ബിന്നും നിർമ്മിക്കും. ഇതിന്റെ നിർമ്മാണം അടുത്ത മാസം ആരംഭിക്കും. നിർമ്മിത ബുദ്ധിയുടെയും മിഷൻ ലേണിംഗിന്റെയും സാങ്കേതിക വൈവിധ്യങ്ങൾ ഏകോപിപ്പിച്ചാണ് പുതിയ റോബോട്ടുകൾ നിർമ്മിക്കുന്നതെന്ന് മെക്കാനോ വെബ് ഫൗണ്ടറും സിഇഒയുമായ ഷാരോൺ പറഞ്ഞു. എനിക്ക് പണ്ട് മുതലൊരു ക്രൈസ് ഉണ്ടായിരുന്നു ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന്. അപ്പോൾ പഠിക്കുന്ന ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ് പഞ്ചാബ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അവിടുന്ന് തന്നെ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ തന്നെ ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ്, ഞാനും പിന്നെ വേറെ ആളും കൂടെ. അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്, ഇതെല്ലാം കാര്യങ്ങളിൽ ഞങ്ങൾ സപ്പോർട്ടിങ് ഒക്കെ ആയിട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1.5 വർഷമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുമായിട്ട് കൊളാബ് ചെയ്ത്, അപ്പോൾ അവരുടെ സപ്പോർട്ടിൽ ഇപ്പോൾ പോകുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. ഫാബ് ലാബ്സ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റോബോട്ട്സും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഹോം ആപ്ലിക്കേഷനുള്ള റോബോട്ട്സും കൊടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയലായിട്ട് വരുമ്പോൾ നമുക്ക് ഈ എയർപോർട്ടുകളിലൊക്കെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്ന റോബോട്ട്സ്, അതുപോലെ പല ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് റോബോട്ട്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ഹോം ആപ്ലിക്കേഷനിൽ വരുമ്പോഴും അതുപോലെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കൊടുക്കും. അതുപോലെ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, എ ജനറേറ്റഡ് ആയിട്ടുള്ള റോബോട്ട്. അത് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൊഡക്റ്റ് നമ്മൾ നിലവിൽ മാർക്കറ്റിൽ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഫീച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. രണ്ടുത്പന്നത്തിന്റെയും ലോഞ്ചിങ് 2026 ജനുവരിയിൽ നടത്താനാണ് ലക്ഷ്യം വെക്കുന്നത്. കൊച്ചിയിലുള്ള പ്രമുഖ റോബോട്ടിക് സ്ഥാപനമായ ഫാബ് ലാബുമായി ഇത് സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. നിർമ്മാണ പ്രവൃത്തിക്ക് മുന്നോടിയായി ഈ മാസം 28-ന് മാനന്തവാടി ബ്രഹ്മഗിരി ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി OR കേളു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. ചേരക്കൊല്ലി കുഴിവേലിൽ ജോസ് തോമസിന്റെയും സോഫി തോമസിന്റെയും മകനാണ് ഷാരോൺ. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.